സുഹൃത്തുക്കളെ, ജനാധിപത്യം എന്നത് വെറും തെരഞ്ഞെടുപ്പുകളല്ല. ജനങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടുകയും ഭരണകൂടം ജനങ്ങളോട് ഉത്തരവാദിത്വം പുലർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യം. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയ നാടകങ്ങളാണ്. സത്യം മാറാത്തതാണ്, എന്നാൽ കഥകൾ ഇഷ്ടം പോലെ തിരുത്താം. ഇന്ന് ഭരണകൂടം ചെയ്യുന്നത് അതാണ്, യാഥാർത്ഥ്യത്തെ മറച്ച് ഒരു പുതിയ കഥ സൃഷ്ടിക്കൽ. തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യം സാമ്പത്തിക പുരോഗതിയുടെ പാതയിലാണെന്ന് പറഞ്ഞവർ പെട്ടെന്ന് രാജ്യം വലിയ പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒളിപ്പിക്കുന്നു. രാജ്യത്തിന് ദോഷകരമായ വ്യാപാര കരാറുകൾ പോലും ദേശപുരോഗതി എന്ന് അവതരിപ്പിക്കുന്നു. തെറ്റായ സാമ്പത്തിക വിദേശ നയങ്ങളുടെ ഫലങ്ങളെ യുദ്ധത്തിൻ്റെ അനിവാര്യ ആഘാതം എന്ന് പറഞ്ഞ് മറയ്ക്കുന്നു. ഇതാണ് ജനാധിപത്യത്തെ സാങ്കല്പികമാക്കൽ. ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രി ഒന്നാമൻ ആണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട ഭരണാധികാരിയല്ല. മന്ത്രിസഭ കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇന്ന് കാണുന്നത് എന്താണ്? എല്ലാ തീരുമാനങ്ങളും ഒരാൾ മാത്രം എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മന്ത്രിസഭാ യോഗം പോലും വികസിത ഭാരത് എന്ന വലിയ പ്രചാരണത്തിൻ്റെ ഭാഗമാകുന്നു. ചിത്രങ്ങളിൽ പോലും പ്രധാനമന്ത്രിയെ മറ്റെല്ലാവരിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്നു. അതിലൂടെ ഒരു സന്ദേശം നൽകുന്നു: തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാൻ മാത്രം. ഇത് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ശക്തി കുറയ്ക്കുന്ന ഒരു പ്രവണതയാണ്. ഇന്ന് രാഷ്ട്രീയം ഒരു സിനിമാ തിരക്കഥ പോലെ മാറിയിരിക്കുന്നു. സാധാരണ നയതന്ത്ര സന്ദർശനങ്ങൾ പോലും വലിയ ചരിത്ര സംഭവങ്ങളായി അവതരിപ്പിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ മറയ്ക്കാൻ ദേശസ്നേഹത്തിൻ്റെ വികാരം ഉപയോഗിക്കുന്നു. കൂടുതൽ വിലയ്ക്ക് പെട്രോൾ വാങ്ങൂ, സ്വർണം വാങ്ങുന്നു കുറയ്ക്കൂ, കുറച്ച് എണ്ണ മാത്രം ഉപയോഗിക്കൂ. ഇവയെല്ലാം സാമ്പത്തിക നിർബന്ധങ്ങൾ ആയിരുന്നിട്ടും ദേശീയ സ്നേഹത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ പോകുന്നു. ജനാധിപത്യം പരിക്കേൽക്കുന്നു, പക്ഷേ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം: യുദ്ധം, സാമ്പത്തിക പ്രതിസന്ധി, വിദേശ നയം ഇവയെക്കുറിച്ച് ജനങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കാനാണ് പലപ്പോഴും ഒരു വികാരാത്മക കഥ സൃഷ്ടിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ പോലും കോവിഡ് പോലുള്ള ഒരു സ്വാഭാവിക ദുരന്തം എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്താൽ ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇല്ലാതാവും. ഇത് വെറും രാഷ്ട്രീയ തന്ത്രമല്ല, സത്യത്തെ മറയ്ക്കുന്ന ഒരു പ്രചാരണ രീതിയാണ്. ഇന്ന് ചരിത്രം പോലും പുതുക്കി എഴുതപ്പെടുന്നു. സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രമെടുത്ത് അതിനെ പുതിയ രാഷ്ട്രീയ കഥകളുമായി ബന്ധിപ്പിക്കുന്നു. ഗസനിയുടെ ആക്രമണവും പൊഖ്രാൻ ആണവ പരീക്ഷണവും തമ്മിൽ ബന്ധമുണ്ടെന്ന രീതിയിൽ സംസാരിക്കുന്നു. ചരിത്ര സത്യങ്ങൾ മാറ്റി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അനുസരിച്ച് പുതിയ കഥകൾ നിർമ്മിക്കുന്നു. ഇത് വളരെ അപകടകരമാണ്. കാരണം ചരിത്രം വളച്ചൊടിക്കുമ്പോൾ ഭാവി തലമുറകൾ തെറ്റായ സത്യങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് കോടതികളോ പാർലമെൻറ്റോ മാത്രമല്ല, ജനങ്ങളായ നാം തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ രക്ഷകർ. നമ്മൾ ചോദ്യം ചെയ്യണം. സത്യവും പ്രചാരണവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. മതത്തിൻ്റെ പേരിൽ, ദേശസ്നേഹത്തിൻ്റെ പേരിൽ, ചരിത്രത്തിൻ്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളെ വിമർശനാത്മകമായി കാണണം. ഒരു രാജ്യത്തിൻ്റെ ശക്തി ഒരു നേതാവിൻ്റെ ചിത്രങ്ങളിലല്ല, അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിലാണ്, ചോദ്യം ചെയ്യാനുള്ള അവകാശത്തിലാണ്, സത്യം പറയാനുള്ള ധൈര്യത്തിലാണ്. അതിനാൽ നമുക്ക് സത്യം സംരക്ഷിക്കാം, ജനാധിപത്യം സംരക്ഷിക്കാം, വൈവിധ്യവും മതേതരത്വവും സംരക്ഷിക്കാം.